മഴതോരു മുൻപേ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ കൃഷ്ണജയും അലീനയും കൂട്ടിക്കൊടുത്തിന് ഒരു റിസോർട്ടിൽ റൂം എടുത്തിട്ടുണ്ടാവും. അന്ന് രാത്രി ഏറെ വൈകിട്ടാണ് എല്ലാവരും ഉറങ്ങിയത്. വീടെല്ലാം തന്നെ നിശബ്ദമായിരുന്നു. വീടെല്ലാം നിശബ്ദമായി എല്ലാവരും ഉറക്കത്തിലാണ്ട സമയം അലീനക്ക് മാത്രം ഒട്ടും തന്നെ ഉറക്കം വന്നില്ല. അവൾ നേരെ കണ്ണാടിയിൽ സ്വന്തം മുഖം നോക്കി. കണ്ണുകളൊക്കെ വീർത്ത് വന്നിരിക്കുന്നു. എനിക്കിനി ജീവിക്കാൻ അർഹതയില്ല. കാരണം ഈ കുടുംബമാകെ തകർന്നുപോയി. ഇതിനെല്ലാത്തിനും കാരണക്കാരി ഞാനാണ്. ഞാൻ എൻ്റെ ബ്രിജിത്താമ്മയ്ക്ക് കൊടുത്ത വാക്ക് പോലും ലംഘിച്ചു എന്നൊക്കെ അവൾ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു. അവൾ പതുക്കെ ബാത്റൂമിലേക്ക് നടന്നു. മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രം, മരണം. തൻ്റെ ജീവൻ അങ്ങ് ഇല്ലാതായി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇവിടെ തീരുമെന്ന് അലീന തീരുമാനിക്കാണ്. അങ്ങനെ അവൾ ഒരു ബ്ലേഡ് എടുത്ത് നേരെ കയ്യിലെ ഞരമ്പിലേക്ക് അമർത്തി. ചോര ചീറ്റിയൊഴുകി. വെള്ളം നിറച്ച ബക്കറ്റിലേക്ക് അവൾ തൻ്റെ കൈ താഴ്ത്തി വെച്ചു. വേദനയേക്കാൾ ആശ്വാസമാണ് അവൾക്കപ്പോൾ തോന്നിയത്. ബോധം മറിയുമ്പോഴും അവളുടെ ചുണ്ടിൽ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ഈ കുടുംബത്തിന് ഇനിയെങ്കിലും സമാധാനം ലഭിക്കട്ടെ എന്ന പ്രാർത്ഥന. അതേസമയം കൃഷ്ണമോൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അലീന ചേച്ചി വൈകുന്നേരം പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ അവളെ വല്ലാതെ അലട്ടിയിരുന്നു. എന്തോ വലിയൊരു അപകടം സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നലിൽ അവൾ മെല്ലെ എഴുന്നേറ്റു. അന്നേരം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, കൃഷ്ണേ, നീ എങ്ങോട്ടേക്കാ ഈ പാതിരാത്രി പോകുന്നത്? ഒന്നുമില്ല, ഞാൻ ഇപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോൾ അവിടെ നിന്നും എഴുന്നേറ്റ് നടന്നു. അലീനയെ നോക്കുന്ന സമയത്തിന് ചുറ്റും അവിടെയൊന്നും അലീനയെ കണ്ടില്ല. ബാത്റൂമിൽ നിന്നും വെള്ളം ഒഴുകി വരുന്ന ശബ്ദം കേട്ടുകൊണ്ട് തന്നെ ചേച്ചി എന്നൊക്കെ അവൾ ആർത്തു വിളിച്ചു. പക്ഷേ അലീന വിളി കേട്ടില്ല. മറുപടിയൊന്നും പറയാത്തത് കൊണ്ട് തന്നെ കൃഷ്ണമോൾക്ക് ചെറിയൊരു സംശയം തോന്നി. അവൾ വാതിലങ്ങ് തള്ളി തുറന്നു. ആ കണ്ട കാഴ്ച അവളെ വല്ലാതെ നടുക്കി. ചോര കലർന്ന് വെള്ളത്തിൽ കൈയിട്ട് ബോധമറ്റ് കിടക്കുന്ന അലീന. അയ്യോ അലീന ചേച്ചി! കൃഷ്ണമോൾ അലറി വിളിച്ചു. അവൾ ഓടിച്ചെന്ന് അലീനയുടെ കയ്യിലെ മുറിവിന് മുകളിൽ ഷാള് കൊണ്ട് മുറുക്കി കെട്ടി. വിറക്കുന്ന കൈകളോട് അവൾ നേരെ ബാലചന്ദ്രനെയും വിളിച്ചുണർത്തി. എന്നിട്ട് വേഗം തന്നെ മനുവിനെയും വിളിച്ചു. ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടു മനു ഞെട്ടി ഉണർന്നു. എന്നാൽ അത് കേട്ട ഉടനെ തന്നെ മനുവിൻ്റെ ഉള്ളൊന്ന് കാളിഞ്ഞു. അവൻ വണ്ടിയെടുത്ത് പാഞ്ഞു. വീട്ടിലെത്തിയപ്പോൾ കണ്ടത് ചോരയിൽ കുളിച്ചിൽ കിടക്കുന്ന അലീനയായിരുന്നു. മുത്തശ്ശി നെഞ്ചത്തടിച്ച് കരയുന്നുണ്ടായിരുന്നു. വൈജയന്തിയും മറ്റുള്ളവരും ഇതൊന്നും അറിയാതെ സുഖമായി ഉറങ്ങുകയാണ്. മനു അങ്ങോട്ടേക്ക് ഓടി വന്നു എന്ന് മാത്രമല്ല അലീനയെ കൈകളിലേക്ക് കോരിയെടുത്തു. നിനക്കൊന്നും സംഭവിക്കില്ല അലീന, നീ ധൈര്യമായിട്ടിരിക്ക്, അവൻ മന്ത്രിച്ചു. മനു അലീനയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. കൃഷ്ണമോളും ബാലചന്ദ്രനും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് കിതച്ചു. ആശുപത്രിയിൽ എത്തിയ ഉടനെ തന്നെ ഡോക്ടർമാർ അലീനയെ ICUയിലേക്ക് മാറ്റി. ഇത് പോലീസ് കേസാക്കും, ഡോക്ടർ പറഞ്ഞു. വേണ്ട ഡോക്ടർ, ഇതൊരു അബദ്ധം പറ്റിയതാണ്. ദയവ് ചെയ്ത് കേസാക്കരുത്. അവളുടെ ഭാവി നിങ്ങളായിട്ട് നശിപ്പിക്കരുത്. മനു ഡോക്ടറുടെ കാല് പിടിച്ച് അപേക്ഷിച്ചു. ഒടുവിൽ മനുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഡോക്ടർ അത് സമ്മതിച്ചു. രക്തം വല്ലാതെ വാർന്നൊഴുകിപ്പോയിരുന്നു. അലീനയുടെ ഗ്രൂപ്പിലുള്ള രക്തം ബ്ലഡ് ബാങ്കിൽ സ്റ്റോക്കില്ലായിരുന്നു. അമ്മയുടെ അതേ ബ്ലഡ് ഗ്രൂപ്പാണ് ചേച്ചിക്കെന്ന് കൃഷ്ണമോൾ ഓർമ്മിച്ചു. പക്ഷേ അമ്മയോട് ചോദിക്കാൻ കഴിയില്ലല്ലോ. ഒടുവിൽ തൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് എവിടുന്നോ രക്തം സംഘടിപ്പിച്ചു. എന്നാൽ അലീന ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്ന കാര്യം ബാലചന്ദ്രന് ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഈ ഒരു രംഗം കണ്ടതോടുകൂടി തന്നെ ബാലചന്ദ്രൻ്റെ നെഞ്ച് തകർന്നു. ആ സമയത്തായിരിക്കും മനു വീണ്ടും ബാലചന്ദ്രനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്. ആൻറ്റിയും അങ്കിളും കൂടി ഇവളുടെ മനസ്സിനെ വല്ലാതെ നോവിച്ചു. ഇനിയെങ്കിലും അവൾ എന്ന് വെറുതെ വിട്ടൂടെ അങ്കിൾ? മനുവിൻ്റെ ചോദ്യത്തിനു മുന്നിൽ ബാലചന്ദ്രൻ തല കുനിച്ച് നിന്നു. ICUവിൽ വെച്ച് അലീനക്ക് ബോധം തെളിയുമ്പോഴാണ് അലീന ബാലചന്ദ്രനെ കാണുന്നത്. എന്തിനാ മോളെ നീ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്? നീ പോയാൽ പിന്നെ ഈ ബാലചന്ദ്രൻ ജീവിച്ചിരിക്കുമെന്ന് നീ കരുതിയോ? അയാൾ വിതുമ്പിക്കൊണ്ട് ചോദിച്ചു. അന്നേരവും അലീന സങ്കടപ്പെട്ട് പറയുന്നുണ്ട്, എനിക്ക് വയ്യ സർ, എനിക്കിനി ഇങ്ങനെ ജീവിക്കാൻ വയ്യ, എനിക്ക് ജീവിക്കണ്ട. ഞാൻ കാരണം സാറിൻ്റെ കുടുംബം. അവൾക്ക് പിന്നെ സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. ബാലചന്ദ്രൻ ഡോക്ടറുടെ മുറിയിലേക്ക് ചെന്ന് സംസാരിച്ചു. ഡോക്ടർ പറയുന്നുണ്ട്, ആ കുട്ടിയെ ഇനി ഏതായാലും ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവട്ടെ. അവളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആ വീട്ടിൽ ജീവിച്ചാൽ അവൾക്ക് അവിടെ സമാധാനം കിട്ടില്ല. അവൾക്ക് മറ്റെന്തെങ്കിലും ജോലി ശരിയാക്കാം. തൽക്കാലം അവൾ ഇവിടെ ലേഡീസ് ഹോസ്റ്റലിൽ നിൽക്കട്ടെ എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ അതിനൊന്നും സമ്മതിച്ചില്ല. ഇല്ല, അവൾ എൻ്റെ വീട്ടിൽ തന്നെ വരും, ഞാൻ അവളെ നോക്കിക്കോളാം, എൻ്റെ സ്വന്തം മകളായിട്ട് തന്നെ ഞാൻ അവളെ നോക്കിക്കോളാം എന്നൊക്കെ പറയട്ടെ ബാലചന്ദ്രൻ. അലീനയുടെ ജീവൻ തിരിച്ചു കിട്ടി. അങ്ങനെ ട്രീറ്റ്മെൻറ്റിനൊടുവിൽ തന്നെ അലീനയുടെ ജീവൻ തിരിച്ചു കിട്ടി. മനു അവിടെ അരികിലിരുന്ന് കൊണ്ട് തന്നെ ആശ്വസിപ്പിച്ചു. അലീന, നീ തനിച്ചല്ല, നിന്നെ ഞാൻ നോക്കിക്കോളാം. ആരും നിന്നെ ഇനി വേദനിപ്പിക്കില്ല. പക്ഷേ അതൊക്കെ പറഞ്ഞിട്ടും അലീനയുടെ ഭയം മാറിയിരുന്നില്ല. മനുവേട്ട, ഞാൻ കാരണം ആ കുടുംബം തകർന്നു.
ഇനിയെങ്കിലും എന്നെ അവിടെ നിന്നും മാറ്റണം. ഡിസ്ചാർജ് ചെയ്യാനായപ്പോൾ ബാലചന്ദ്രൻ വാശി പിടിച്ചു. അലീനയെ വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോവാമെന്ന് പറയും. എന്നാൽ മനു അതിനെ തടഞ്ഞു. വേണ്ട അങ്കിൾ, തൽക്കാലം അവൾ രേവതിക്കുട്ടിയുടെ വീട്ടിലേക്ക് പോയി നിൽക്കട്ടെ. അതാണ് അവൾക്കും നല്ലത്. അവൾക്കൊരു മെൻ്റൽ റിലാക്സേഷനൊക്കെ കിട്ടും. ആ വീട്ടിലെ അന്തരീക്ഷം മാറിയതിനു ശേഷം മാത്രം മതി ഇനി അലീനയുടെ ഒരു തിരിച്ചുവരവ്. ഒടുവിൽ അലീനയുടെ ഈ ഒരവസ്ഥയൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ മനസ്സോടെ ബാലചന്ദ്രനും അത് സമ്മതിക്കേണ്ടി വരികയാണ്. രേവതിക്കുട്ടിയുടെ വീട്ടിലേക്കെത്തിയ അലീന വളരെയധികം സന്തോഷത്തിലായിരിക്കും. അലീനയെ കാണുന്ന സമയത്തിന് രേവതിക്കുട്ടിയും ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷ പ്രകടനമാണ്. അങ്ങനെ അലീന നടന്ന കാര്യങ്ങളെല്ലാം തന്നെ രേവതിക്കുട്ടിയോട് പറഞ്ഞു. ബാലചന്ദ്രൻ ഫോൺ റെക്കോർഡിങ്ങിലൂടെ സത്യമെല്ലാം തന്നെ തിരിച്ചറിഞ്ഞു എന്ന കാര്യം അലീന വെളിപ്പെടുത്തിയപ്പോൾ രേവതിക്കുട്ടി ആകെ ഞെട്ടിപ്പോയി. അപ്പോൾ നീ നിന്റെ അമ്മയുടെ മകളാണെന്ന സത്യം സാർ അറിഞ്ഞോ? അറിഞ്ഞു കാണും. അതെ, ആ സത്യമെല്ലാം തന്നെ സാർ അറിഞ്ഞു. സാറിനിപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് അലീന കണ്ണീരോടെ പറഞ്ഞു. അലീനയുടെ ഫോണിലേക്ക് ബാലചന്ദ്രൻ വിളിച്ചു. മോളെ, മുറിവൊക്കെ ഉണങ്ങിയില്ലേ? നീ ഇപ്പോൾ എന്നാ ഇനി തിരിച്ചിങ്ങോട്ടേക്ക് വരുന്നത്? ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോരാം. ആ സ്നേഹത്തിനു മുന്നിൽ എന്തു പറയണമെന്നറിയാതെ അലീന നിന്നു. ഞാൻ വരാം സർ, അവൾ മറുപടി നൽകി. ബാലചന്ദ്രൻ വെറും 2 ദിവസത്തേക്ക് മാത്രമായിരിക്കട്ടോ രേവതിക്കുട്ടിയുടെ വീട്ടിലേക്ക് അലീനെ അവിടെ നിന്നും പറഞ്ഞു വിട്ടിരിക്കുന്നത്. പക്ഷേ അലീന ഇല്ലാത്ത ആ വീട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കാനോ ജീവിക്കാനോ ഒന്നും തന്നെ ബാലചന്ദ്രന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും ബാലചന്ദ്രൻ വീണ്ടും അലീനെ അങ്ങോട്ടേക്ക് തിരിച്ചു വിളിപ്പിക്കുന്നത്. അലീനയുടെ ഹെൽത്ത് കണ്ടീഷൻ ഇപ്പോൾ ഓക്കെ അല്ലാത്തതുകൊണ്ട് അവൾ രേവതിക്കുട്ടിയുടെ കൂടെ നിന്നിട്ട് 2 ദിവസം റെസ്റ്റ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ബാലചന്ദ്രൻ അതിന് സമ്മതിച്ചത്. അലീനയില്ലാതെ ഒരു നിമിഷം പോലും തനിക്കാവില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ബാലചന്ദ്രൻ വീണ്ടും അലീനയെ വിളിക്കാൻ അലീനയുടെ കണ്ണീരപ്പോഴും തോർന്നിരുന്നില്ല. എങ്കിലും ബാലചന്ദ്രൻ്റെ സ്നേഹവും മനുവിൻ്റെ കരുതലും അവൾക്ക് പുതിയൊരു പ്രതീക്ഷ നൽകി. വിധിയുടെ പരീക്ഷണങ്ങളെ അതിജീവിച്ചുകൊണ്ട് തന്നെ അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരുങ്ങുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെ ഇനി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്.